I'm sweating, guys. I'm sweating. Bye, guys. അപ്പൊ ഹൻസിക കൃഷ്ണയാണ് നിലവിലെ ചൂടൻ ചർച്ചാ വിഷയം അല്ലേ? ഇന്നലെ ഹൻസികയുടെ ഒരു വീഡിയോ പുറത്തിറങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ. വീഡിയോ എന്ന് പറഞ്ഞ സംഭവം ലീക്ക്ഡ് ആണ്. ഇൻസ്റ്റാഗ്രാമിലെ സബ്സ്ക്രിപ്ഷൻ ഉള്ളിൽ അത്യാവശ്യം ശരീരം എക്സ്പോസ്ഡ് ആക്കിക്കൊണ്ട് ഹൻസിക ചെയ്തൊരു വീഡിയോ അത് ആരോ എടുത്ത് തൂക്കി വെളിയിലിട്ട്. പിന്നെ എവിടെ നോക്കിയാലും ഹൻസിക മാത്രം. ഇൻസ്റ്റ തുറന്നാൽ അവിടെ ഹൻസിക, ഫേസ്ബുക്ക് തുറന്നാലോ അവിടെയും ഹൻസിക, സർവത്ര ഹൻസികമായോ. എന്റെ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക ആളുകളും ഹൻസികയുടെ ലീക്ക്ഡ് വീഡിയോ കണ്ടിട്ടുണ്ടാകും. എന്തായാലും നമ്മുടെ വിഷയം ഇതായതുകൊണ്ട് തന്നെ ഞാൻ ആ വീഡിയോ ഒന്ന് ഇവിടെ പ്ലേ ചെയ്യാം. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. Hi. I'm sweating, guys. I'm sweating. Bye, guys. കണ്ടല്ലോ, ഇതാണ് ആ വീഡിയോ. എന്തൊക്കെയാണല്ലോ അവള് കാണിച്ചു കൂട്ടുന്നത്. സത്യം പറഞ്ഞാൽ നല്ല ബോറായിട്ടുണ്ട്. ഇത് കണ്ട് ക്രഷ് അടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും, അത് വേറെ കാര്യം. അതുകൊണ്ടാണല്ലോ ഈ വീഡിയോ ലീക്ക് ആയതിന് പിന്നാലെ ഹൻസികയുടെ സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ വേണ്ടി ജനം തിക്കും തിരക്കും കൂട്ടുന്നത്. ഇന്നലെ രാത്രി ഒരു 10 മണിക്ക് ആവുമ്പോൾ ഞാൻ ഇവളുടെ സബ്സ്ക്രിപ്ഷന്റെ എണ്ണം ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 1223 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു അപ്പൊ അവർക്ക് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ നോക്കുമ്പോൾ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം 1528 ആയിരിക്കുന്നു. ഒരൊറ്റ രാത്രി വെളുത്തപ്പോഴേക്കും 300-ലധികം സബ്സ്ക്രൈബേഴ്സാണ് അവൾക്ക് ഒറ്റയടിക്ക് അടിച്ചു കയറിയത്. ഇങ്ങനെ കൂടാൻ കാരണം വേറെ ഒന്നല്ല, നമ്മൾ നേരത്തെ കണ്ട ലീക്ക്ഡ് വീഡിയോ തന്നെയാണ്. ആ വീഡിയോ കണ്ട് പലതും പ്രതീക്ഷിച്ചിട്ടാണ് ആളുകൾ തിക്കും തിരക്കും കൂട്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നത്. പക്ഷെ എനിക്കെന്തോ ആ വീഡിയോ കണ്ടപ്പോൾ നല്ലോണം ബോറായിട്ടാണ് തോന്നിയത്. ജെൻസി കിഡ്സിന്റെ ക്രഷാണ് ഹൻസിക എന്ന് അറിയാം. ഇനിയിപ്പോ എനിക്കിത് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞത് കാരണം എല്ലാവരും കൂടെ എന്നെ പൊങ്കാല ഇടുമോ എന്തോ. പക്ഷെ ഞാൻ പറയും നല്ല ബോറായിട്ടുണ്ട്. എന്നാലും കൃഷ്ണകുമാറിന്റെ മക്കൾക്ക് ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ വഴി തുണി അയച്ചിടേണ്ട ഗതികേട് വന്നല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് കൃഷ്ണകുമാറിനെ അഭിമാനിക്കാം. മകൾ ഒരുപാട് വളർന്നിരിക്കുന്നു, അവളുടെ ചേച്ചിമാരെക്കാളും അവൾ വളർന്നിരിക്കുന്നു. സന്തോഷിച്ചാട്ടെ. ഹൻസികയുടെ ഈ വീഡിയോ കണ്ടപ്പോൾ കൃഷ്ണകുമാറിന്റെ ഒരു പഴയ ഇന്റർവ്യൂ ആണ് എനിക്ക് ഓർമ്മ വന്നത്. സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗം നിയന്ത്രിക്കണമെന്ന് താൻ മക്കളോട് ഇടയ്ക്കിടെ ഉപദേശിക്കാറുണ്ട് എന്നൊക്കെ കൃഷ്ണകുമാർ പണ്ടൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടോക്കാം. അതുപോലെ ചേട്ടനെ പറ്റി കൂടുതൽ ഇപ്പൊ സോഷ്യൽ മീഡിയ പറയാറ് ഭയങ്കര കൂൾ ഡാഡി എന്നാണ് പറയാറ്. ഇപ്പൊ പൊതുവിൽ യൂസ് ചെയ്യുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, തന്ത വൈബ് അല്ല വൈബ് തന്നാന്ന് പറഞ്ഞു. എല്ലാരും പറയും കൃഷ്ണകുമാർ അദ്ദേഹത്തിന്റെ പെൺകുട്ടികൾക്ക് നൽകുന്ന പോലത്തെ ഒരു ഫ്രീഡം അതാണ് ഓരോ അച്ഛനും നൽകേണ്ടത് എന്ന് പറയാറുണ്ട്. ആദ്യം തിരുത്തട്ടെ, ഈ സ്വാതന്ത്ര്യം നിങ്ങളുടെ കയ്യിലിരിക്കുന്നതാ, ഞാൻ തരേണ്ടതല്ല. ഞാൻ ആരാ തരാൻ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. പ്രിൻസി എന്ന് പറഞ്ഞൊരു വ്യക്തി അല്ലെ, ഇവിടെ ഇരിക്കുന്ന 2 സൗകര്യങ്ങളുണ്ട്, ക്യാമറയുടെ പിന്നിലിരിക്കുന്നത്. ഇവരൊക്കെ ഓരോരുത്തരും ഓരോ വ്യക്തികളാണ്. നിങ്ങൾ ജനിക്കുമ്പോൾ നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ അകത്തുണ്ട്, എൻ്റെ അകത്തുണ്ട്. ഈ നിങ്ങൾ പിന്നെ കാണുന്ന പോലെ അത്ര കൂളൊന്നും അല്ല ഞാൻ. ഈ പിള്ളേർക്കൊക്കെ നല്ല വഴക്കും ചീത്തയൊക്കെ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. പക്ഷെ കുറച്ച് കഴിഞ്ഞ് വളർന്ന് വലുതായി കഴിയുമ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്നേക്കാൾ അറിവ് എനിക്ക് പുതിയ തലമുറ വളരെ ഇഷ്ടമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ തലമുറയും വളർന്നു വരുമ്പോൾ പിൻതലമുറക്കാർ വരും, തലതെറിച്ച ഒരു തലമുറ തന്നെ കേട്ടോ. പറഞ്ഞാൽ ഇത് ഞങ്ങളും കേട്ടതാ, ഇപ്പോഴും പറയുന്നു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു തോന്നലുണ്ട്, ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ഭയങ്കരമായിട്ട് വഴിപടച്ചു പോകുന്നവരാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. കണ്ടില്ലേ കണ്ടോ, ഇപ്പം എൻ്റെ മക്കള് ആമ്പിള്ളേരുടെ കറങ്ങുന്നു, പെൺകുട്ടികൾ ഒരു നിയന്ത്രണമില്ല, കണ്ടവൻ്റെ കൂടെ ഇതാണ് പറയുന്നത്. അതിനകത്തൊരു കാര്യം മനസ്സിലാക്കുന്നത് വെച്ചാൽ, ഞാൻ ഈ പ്രായത്തിൽ പോയിരുന്ന കാലത്തും എനിക്കും ഇതേ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. പെൺകുട്ടികളുടെ കൂടെ പോവുക, ഇതൊക്കെ ഉണ്ടായിരുന്നു. അഥവാ ഞങ്ങൾ എവിടെയെങ്കിലും കറങ്ങാനൊക്കെ പോയാൽ പച്ചക്കള്ളം വീട്ടിൽ ഒന്ന് പറയും, സുഖമില്ലാതെ അവിടെ ചെന്നപ്പോൾ അവിടെ നിന്ന് വരുന്ന ഒരു സ്കൂട്ടറിന്റെ ടയർ പഞ്ചറായി, പച്ചക്കള്ളം പറയുമായിരുന്നു. ഇപ്പോഴത്തെ പിള്ളേര് കള്ളം പറയുന്നില്ല. ഇത്രയും ഞാൻ കാണുന്ന വ്യത്യാസം. പക്ഷെ എന്നാലും ഞാൻ കുട്ടികളോട് എപ്പോഴും പറയും, ഈ മൂല്യങ്ങൾ പറയും, വാല്യൂസ്, അത് നമ്മൾ മനസ്സിലാക്കുക. കാരണം ബഹുമാനിക്കുക, മറ്റുള്ളവരോട് പെരുമാറേണ്ട രീതി, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എപ്പോഴും എതിരെ നിൽക്കുന്ന ആളെ ബഹുമാനിച്ച് തന്നെ പോവുക. ആരോ ആയിക്കോട്ടെ ബഹുമാനിക്കുക. കാരണം കൊടുക്കുന്നതേ തിരിച്ചു വരും, അത് കർമ്മത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ മാനിക്കുക. പിന്നെ ഏതും ഓവർ യൂസ് അപകടമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, വാട്ടെവർ ഇറ്റ് ഈസ്, ഓവർ യൂസ് അപകടം തന്നെയാണ്.
അപ്പൊ ഇതെല്ലാം നിയന്ത്രിക്കുക. അതെ, നിയന്ത്രിച്ച് ഒടുവിൽ മകൾ സോഷ്യൽ മീഡിയയിൽ പോയി തുണയിച്ചിടുന്നത് വരെ എത്തിയ കാര്യങ്ങൾ വല്ലാത്തൊരു നിയന്ത്രണമായി പോയി അണ്ണ. ഇത് ഒന്നും പറയാനില്ല. സോഷ്യൽ മീഡിയയുടെ ഉപയോഗം നിയന്ത്രിക്കണമെന്ന് മക്കളെ ഉപദേശിച്ചിട്ട് അവസാനം ഇങ്ങനെ അടപടലും തേണ്ടി വന്ന ഒരു അച്ഛൻ വേറെ ഉണ്ടാവില്ല. ദിയാകൃഷ്ണ ആണെങ്കിൽ ഫാമിലി വ്ലോഗ് ചെയ്ത് പ്രസവം വരെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. ഹൻസിക ആണെങ്കിലോ ഇപ്പൊ അത് എങ്ങനെയുമായി. വല്ലാത്തൊരവസ്ഥ തന്നെ. കൃഷ്ണകുമാർ മക്കളെ വളർത്തിയ രീതിയെ കുറിച്ചൊക്കെ ഇപ്പൊ സംസാരിച്ചല്ലോ. സംഭവം അതൊക്കെ നൈസായിട്ടുണ്ട്. മക്കൾക്ക് നല്ല ഫ്രീഡം കൊടുക്കുന്ന അച്ഛനാണല്ലേ എന്ന അവതാരകയുടെ ചോദ്യത്തിന് കൃഷ്ണകുമാർ കൊടുത്ത മറുപടിയൊക്കെ നല്ല അടിപൊളിയായിരുന്നു. അതെല്ലാം എനിക്ക് ഇഷ്ടമായി. മക്കളോടൊപ്പം അപ്ഡേറ്റ് ആയി വളർന്ന ഒരു അച്ഛനാണ് കൃഷ്ണകുമാർ. അതെല്ലാം ഞാൻ സമ്മതിച്ചു. പക്ഷെ ഹൻസികയുടെ കാര്യത്തിൽ കൃഷ്ണകുമാറിന് ചെറുതായി തെറ്റു പറ്റിയില്ല എന്നതാണ് എന്റെ ചോദ്യം. സംഭവം പണ്ട് തൊട്ടേ ഡാൻസ് റീലുകളിലൊക്കെ അത്യാവശ്യം എക്സ്പോസ്ഡ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ച് ഹൻസിക പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്നു. അത് പക്ഷെ ഡാൻസ് അല്ല, അതിനു വേണ്ടിയുള്ള കോസ്റ്റ്യൂം അല്ല എന്നൊക്കെ വെക്കാമായിരുന്നു. പക്ഷെ ഇതിപ്പോ എന്താ പറയാ, പൈസ ഉണ്ടാക്കാൻ വേണ്ടി സബ്സ്ക്രിപ്ഷനിൽ അല്പവസ്ത്രം ധരിച്ചു വന്ന് നിൽക്കുന്നതിനെ കുറിച്ചൊക്കെ എന്താ പറയേണ്ടത്? നിങ്ങൾ എന്നെ പറഞ്ഞതാ. സബ്സ്ക്രിപ്ഷനിലേക്ക് ആളുകളെ ആകർഷിക്കാനും അതുവഴി പൈസ ഉണ്ടാക്കാനും വേണ്ടി തന്നെയാണ് ഇവിടെ ഇങ്ങനെ അല്പവസ്ത്രം ധരിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ സബ്സ്ക്രിപ്ഷനിൽ പോയി വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. മെയിൻ അക്കൗണ്ടിൽ തന്നെ ഇതുപോലെയുള്ള കോപ്രായങ്ങൾ കാണിച്ചാൽ പോരെ. സബ്സ്ക്രിപ്ഷൻ എണ്ണം കൂട്ടുക, ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിക്കുക, ഇത് തന്നെയാണ് ഇവിടുത്തെ ലക്ഷ്യമെന്ന് പറയുന്നത്. അല്ലാതെ ഇതൊക്കെ വസ്ത്ര സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞ് ആരും വരരുത്. ഒരു അപേക്ഷയാണ്. ഈ കോപ്രായത്തിനൊന്നും വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് വിളിച്ച് ആ വലിയ വാക്കിനെ ദയവ് ചെയ്ത് മലീമസമാക്കരുത്. എന്തായാലും ഇതിന്റെ ഇടയിൽ കൂടെ വേറൊരു കോമഡി കൂടി സംഭവിച്ചു. നമ്മുടെ ഷെഫീന ബീവി ഉണ്ടല്ലോ, പുള്ളിക്കാർ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായി രേണു സുധിക്കെതിരെ കുറെ വീഡിയോകൾ ചെയ്തിരുന്നല്ലോ. രേണു സബ്സ്ക്രിപ്ഷനിൽ അഴിഞ്ഞാടുന്നതിനെതിരെയും മറ്റുമൊക്കെ ഷെഫീന ബീവി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് രേണു സുധിയുടെ ഒരു ആരാധകൻ ഹൻസികയുടെ സബ്സ്ക്രിപ്ഷനിൽ കയറി എല്ലാം ഫ്രീ റെക്കോർഡ് ചെയ്തിട്ട് ഷെഫീന ബീവിക്ക് അയച്ചു കൊടുക്കുന്നത്. ഞങ്ങളുടെ രേണു ചേച്ചി ചെയ്യുമ്പോൾ ഓഹോ, ഹൻസിക ചെയ്താൽ ആഹാ എല്ലേ പെണ്ണും പിള്ളേ എന്നായിരുന്നു ഈ വീഡിയോ അയച്ചു കൊടുത്തതിന് ശേഷം രേണുവിന്റെ ആരാധകൻ ഷെഫീന ബീവിയോട് ചോദിച്ചത്. അതിനുള്ള മറുപടി ഷെഫീന ബീവി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അതൊന്ന് കണ്ടോക്കാം. ഹലോ ഗൈസ്, പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിനൊരു എക്സ്പ്ലനേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ രേണു സുധിക്കെതിരെ നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിപ്പോ ഇത് പുറത്തൊക്കെ ഇറങ്ങിയാൽ തന്നെ ഞാൻ രേണു സുധി മൂലമായിട്ടാണ് എന്നെ പലരും വന്നിട്ട് നിങ്ങൾ രേണു സുധിയുമായിട്ട് ഭയങ്കര ഫൈറ്റ് ആണോ ചോദിക്കുന്നു. ഞാനൊരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം. ഒരാള് സ്വന്തം ശരീര പ്രദർശനം നടത്തുന്നതിനോട് എനിക്ക് യാതൊരു രീതിയിലുള്ള എന്താ പറയുക, എനിക്കത് താല്പര്യമില്ലാത്ത ഒരു സെക്ഷനാണ്. അതുകൊണ്ട് ഒരാൾ ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ എവിടെയും പറയാറുമില്ല, എനിക്ക് താല്പര്യവുമില്ല. അതൊക്കെ അവരവരുടെ ഇഷ്ടം. ഇപ്പോ എനിക്ക് കൃഷ്ണകുമാറിന്റെ, നമ്മുടെ നടൻ കൃഷ്ണകുമാറിന്റെയും സിന്ധു കൃഷ്ണകുമാറിന്റെയും ഇളയ മകളുടെ ഒരു വീഡിയോ കൊണ്ടുവന്നിട്ട് തന്നിട്ടുണ്ട്. നിങ്ങളിപ്പോ സ്ക്രീനിൽ കാണുന്ന അതാണ്. ഈ ഒരു സംഗതി കൊണ്ടുവന്നിട്ടിട്ട് അവരുടെ സബ്സ്ക്രിപ്ഷൻ ചാനലിനകത്ത് കയറി എടുത്തു കൊണ്ടുവന്ന സാധനം. അപ്പൊ അവര് അതിനകത്ത് കാണിക്കുന്നത് ഇതാണ്. അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് മിണ്ടാൻ പറ്റാത്തത്? അത് പിന്നെന്താ സ്റ്റാർഡോം ഉള്ള കിട്ടായത് കൊണ്ടാണോ, അല്ലെങ്കിൽ അവർക്ക് എന്തോ സ്പെഷ്യാലിറ്റി ഉണ്ടോ, ഒരു പ്രധാനമന്ത്രിയുടെ കൂടെ ഇരുന്ന് ഫോട്ടോ എടുത്തത് കൊണ്ട് ഭയമുണ്ടത് കൊണ്ടാണോ മിണ്ടാത്ത എന്നൊക്കെയായിരുന്നു ചോദ്യം. പിന്നെ ഈ ചോദ്യം ചോദിച്ചവനോട് ചോദിക്കണം, നിനക്കിത് എവിടുന്ന് കിട്ടി വാഴേ? നിനക്കിത് കിട്ടിയത് എവിടുന്നാണ്? അവളുടെ സബ്സ്ക്രിപ്ഷൻ കയറിയിട്ടല്ലേ. അവൾ അത് സബ്സ്ക്രിപ്ഷൻ എന്ന രീതിയിൽ അത് അടച്ചു വെച്ചിരിക്കുന്നത്. പണം ഇട്ടാൽ അവൾ ഇതുപോലെയൊക്കെ പേക്കൂത്തുകൾ കാണിക്കും. അത് നിനക്ക് കാണാം എന്നുള്ളത് തന്നെയല്ലേ. അപ്പൊ നീ അത് കയറി കണ്ടാ പോരെ? ഇപ്പൊ അതൊരു പബ്ലിക് ഡൊമൈനിലേക്ക്, ഇത് പബ്ലിക് ഡൊമൈൻ തന്നെ, പക്ഷെ അതിനകത്ത് സബ്സ്ക്രിപ്ഷൻ എന്നൊരു സാധനമുണ്ട്. അതിനകത്ത് കയറി ഇത് കണ്ട് ഇത് കോപ്പി പേസ്റ്റ് ചെയ്ത് എനിക്ക് കൊണ്ടുവന്ന് ഇട്ട് തന്നിട്ട് നീ ഈ സ്ക്രൂ വയ്ക്കുമ്പോ ഞാൻ അറിയാത്തോണ്ട് ചോദിക്കുന്നത്, ഞാൻ എവിടെയെങ്കിലും രേണു സുധി സബ്സ്ക്രിപ്ഷൻ നടത്തരുത് എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടോ? അങ്ങനെ എന്തെങ്കിലും ഞാൻ പറഞ്ഞു? ഇല്ല. ഞാൻ ഉദ്ദേശിച്ചത് എന്താണ്, ഈ രീതിയിൽ ഇപ്പൊ ഒരു വൈധവ്യ കാർഡ് ഇറക്കിക്കൊണ്ടുവരുന്നു. ശരി, ഞങ്ങളൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. അത് ഞങ്ങൾ വിധവകൾ ഇങ്ങനെയാകണം എന്നൊരു മോഡലിസം അവൾ പബ്ലിക്കിലേക്ക് കൊടുക്കുന്നു. അത് പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാതെ അവള് തുണിയൂരി കാണിക്കുന്നതിനോ അവള് എങ്ങനെ പോണേനോ ഒന്നും എനിക്കൊരു പ്രോബ്ലം ഇല്ല. ബേസിക്കലി അത് അവളുടെ പ്രോബ്ലമാണ്. അതേപോലെ കിച്ചു അതിന്റെ ഒരു വിഷമം പറഞ്ഞപ്പോ ഞാൻ ആ കുട്ടിക്ക് പോയി ചേർന്ന് നിന്നതിന്റെ കാരണം അമ്മ കാണിക്കുന്ന പേക്കൂത്ത് കണ്ട ആ കൊച്ചിന് വിഷമം ഉണ്ടാവുന്നുണ്ട്, അതുകൊണ്ട് അവൾ പറഞ്ഞു. ഇത് കോമൺ ആയിട്ട് നമുക്ക് വന്ന ഒരു സബ്ജക്ട്, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ഇവളൊക്കെ എന്ത് കാണിച്ചാൽ നമുക്കെന്ത്, ആരോ എന്തോ കാണിക്കും. ഞാൻ ഇതുവരെ അവളുടെ കാലുകളുടെ സൗന്ദര്യത്തിനെ കുറിച്ച് അവൾ പറയുന്നതിനെ പറ്റി കംപ്ലൈന്റ് ചെയ്തോ? ഇല്ല. ഞാൻ പറഞ്ഞ ഒരു കാര്യം എന്താണ്, ഒരു ബക്കറ്റ് നിറച്ച് ചെരുപ്പ് വാങ്ങിക്കാൻ പൈസ ഉണ്ടെങ്കിൽ ആ കടം വാങ്ങിയ പൈസ തിരിച്ചു കൊടുത്തൂടെ എന്ന് ഞാൻ ചോദിച്ചുള്ളൂ. എന്റെ പോയിന്റ് കറക്റ്റ് ആണോ? അതേപോലെ ആ വീട് വെച്ച കേസിന്റെ കാര്യം, അതും ഞാൻ പറഞ്ഞത് അത്രയേ ഉള്ളൂ. പണം വന്നിട്ടുണ്ട്, ഇത്രയും രീതിയിൽ വീട് കിട്ടി, ബാക്കിയുള്ള സൗകര്യങ്ങൾ കിട്ടിയെങ്കിൽ ആ കുട്ടിയും കൂടെ അവിടെ ചേർത്ത് പിടിക്കൂ. അതിനെ നീക്കി നിർത്തിയത് എന്തിനാ? ഈ ജെന്യുവിൻ ആയിട്ടുള്ള കാര്യങ്ങളെ ഞാൻ മുന്നോട്ട് വെച്ചോളൂ. നിങ്ങൾ ഇത് എന്താണ് ആ നരേഷനിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി നമ്മൾ കൃഷ്ണകുമാറിന്റെ വീട്ടിലേക്ക് നോക്കാം. അവിടെ ആർക്കെങ്കിലും ഉണ്ടാ? ആ സിന്ധു മാത്രം മര്യാദയ്ക്ക് ഇത്തിരി പോലും ഉടുപ്പിട്ടുകൊണ്ട് നടക്കുന്നതാണ്. സ്വാതന്ത്ര്യം എന്നാൽ തുണിയൂരി കളയലെന്ന് ഇപ്പോഴത്തെ ജനറേഷൻ തോന്നലാണ്. നമ്മളിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? എന്തായാലും എന്റെ വീട്ടിലെ കുട്ടി ഇതുപോലെ കാണിച്ച് നല്ല അടി കൊടുക്കും, ഞാൻ നല്ല അടി പറ്റിക്കും. ഞാൻ അതിൽ കിട്ടുന്ന പൈസ കൊണ്ട് ഞാൻ വീട്ടിൽ ചോറും കറിയും വെച്ച് കൊടുക്കൂല.
ഞാൻ സമ്മതിക്കൂല, എനിക്ക് പറ്റത്തില്ല. അങ്ങനെയൊക്കെയാണ് അപ്പൊ കാര്യങ്ങൾ. രേണുസുതിയെ വിമർശിക്കുന്ന പോലെ ഹൻസികയെ വിമർശിക്കുന്നില്ല എന്നുള്ളതാണ് ആരോപണം. എന്നാലും ഹൻസികന്റെ ഒരു ലെവലുകളൊന്നും ആലോചിച്ച് നോക്കി. രേണു ചേച്ചിയായിട്ടൊക്കെയാണ് കമ്പാരിസൺ വന്നിരിക്കുന്നത്. ഇതിനും വലിയൊരു അംഗീകാരം ഹൻസികയ്ക്ക് ഇനി കിട്ടാനില്ല. ആഹ്ലാദിച്ചാട്ടെ. എന്നാലും ഇവർക്കൊക്കെ ഇതിന് വല്ല ആവശ്യവും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വല്ലാത്തൊരു ഗതികേട് തന്നെ. കൃഷ്ണകുമാറിനോടും ഫാമിലിയോടും എനിക്ക് പല കാര്യങ്ങളിലും വിയോജിപ്പ് ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും അവരോട് ചെറിയൊരു ഇഷ്ടവും റെസ്പെക്റ്റും ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഈ പെണ്ണ് കാരണം അതും കൂടി അങ്ങോട്ട് ഇല്ലാണ്ടായി. വെറും 4-ാം കിട പരിപാടിയാണ് ഇവിടെ ഹൻസിക കാണിക്കുന്നത്. കൃഷ്ണകുമാറും ഫാമിലിയും ഒക്കെ ഇതെല്ലാം എങ്ങനെ അനുവദിച്ചു കൊടുക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതൊക്കെ പുരോഗമനമാണ് എന്നും കരുതി ഇരിക്കുകയാണോ എന്തോ. പിന്നെ ഹൻസികക്ക് 18 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവല്ലോ. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവൾ അവളുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ എന്ന് വിചാരിച്ച് കാണും. എന്നാലും ഞാനതല്ല ആലോചിക്കുന്നത്. ഇങ്ങനെ ദിവസങ്ങൾ കഴിയുന്തോറും സബ്സ്ക്രിപ്ഷനിൽ വന്ന് തുണ അയച്ചിടുന്ന പെൺകുട്ടികളുടെ എണ്ണം കൂടി വരികയാണ്. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമോ എന്തോ. വലിയ പണിയൊന്നും നടക്കാതെ ലക്ഷങ്ങളല്ലേ കിട്ടുന്നത്. പിന്നെ എങ്ങനെ തുണി അയക്കാതിരിക്കും അല്ലേ? വല്ല പെണ്ണായിട്ട് എങ്ങാനും ജനിച്ചാൽ മതിയായിരുന്നു. വേർക്കാതെ പൈസ ഉണ്ടാക്കാലോ. അല്ലാതെ ഇപ്പൊ എന്താ പറയാ. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.